അങ്ങനെ ഫാൻ മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല? ഒരുപാട് പേര് വന്ന് സ്നേഹം അറിയിക്കാറുണ്ട്. പക്ഷെ മീനുകുട്ടി ലാലേട്ടന് കൊടുത്ത പോലത്തെ ഉമ്മയൊന്നും എനിക്ക് ആരും തന്നിട്ടില്ല. എന്നാലും എവിടെ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് അമ്മമാരും ഒക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ തരാറുണ്ട്. അതാണ്. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി മീഡിയ വൺ ഈ ഇടയ്ക്ക് ടെലികാസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ? അതിനകത്തൊരു ആള് വന്നില്ലേ? അത് കാണാത്തവർക്കായിട്ട് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്ക്? ആ വീഡിയോ ഒന്ന് വീഡിയോ ഇടോ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരോടുള്ള ആരാധനയും അതിലേറെ സ്നേഹവുമായി ഒരമ്മ. കോഴിക്കോട് സ്വദേശിനി ബീഗം റാബിയ. സ്വതസിദ്ധമായ കളങ്കമില്ലാത്ത ചിരിയോടെ മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ 100 നാവാണ് ഈ അമ്മയ്ക്ക്. സല്ലാപം മുതലുള്ള എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടുള്ള ഈ അമ്മ തന്റെ ആരാധനാപാത്രത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ആർട്ടിസ്റ്റായിരുന്ന ബീഗം റാബിയ എതിർപ്പുകളില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ മികച്ച നടിമാരുടെ പട്ടികയിൽ ഇടം നേടുമായിരുന്നു. രാമു കാര്യാട്ട് ചെമ്മീൻ എന്ന ചിത്രത്തിലെ കറുത്തമ്മയായി വേഷമിടാൻ ആദ്യം ക്ഷണിച്ചത് ബീഗം റാബിയയായിരുന്നു. ഒരു മികച്ച ഗായിക കൂടിയായ ബീഗം റാബിയയുടെ മനസ്സിലെ ആഗ്രഹം മഞ്ജുവിനെ ഒരിക്കൽ കൂടി നേരിൽ കാണണമെന്നാണ്. കോമഡി ഉത്സവവും ആഗ്രഹിക്കുന്നു ആ അമ്മയെ മഞ്ജു നേരിട്ട് കാണണമെന്ന്. തന്നെ ഏറെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അതിലേറെ സ്നേഹ വാത്സല്യങ്ങൾ നൽകുന്ന ഈ അമ്മയെ മഞ്ജു വാര്യർ വീണ്ടും കാണണമെന്ന് കോമഡി ഉത്സവവും ആഗ്രഹിക്കുകയാണ്. അയ്യോ, ഇവിടെ വരൂ, മുമ്പോട്ട് വന്നിട്ടിരുന്നോ? ഉമ്മയ്ക്ക് ഒരു ചെയർ വരും. ഞാനും കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിനാ കരയുന്നേ? ഉമ്മ ഇരുന്നോ? ഇരിക്കും. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാം. മഞ്ജു ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഷീലാമ്മയ്ക്ക് പകരം ചെമ്മീനിലെ കറുത്തമ്മയെ അവതരിപ്പിക്കാതിരുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. പക്ഷേ ആ അമ്മ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മഞ്ജു വാര്യരെയാണ്. അയ്യോ, വലിയ സന്തോഷം. മീനുട്ടിയാണ് ഫാനെങ്കിൽ അതിലും വലിയ ഫാനാണ് ഇതായിരിക്കുന്നത്. എന്റെ മീനുകുട്ടിയാണത്. അതെ, ഇതെന്താണ് ഇത്രയും ആരാധന ഈ മഞ്ജു വാര്യരുടെ? എനിക്ക് ഇഷ്ടായി കുട്ടിനെ. അതെന്താ കാരണം? അഭിനയം, റിയൽ ആയിട്ടുള്ള അഭിനയം. അപ്പൊ എന്താ ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ അതിനെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഈ കുട്ടിനോടാണ് ഇഷ്ടം. ഒരു പാട്ട് പാടി തരട്ടെ ലീലന്റെ? എന്തൊരു സുന്ദരിയാണ്. ഞാൻ പറയണത് ഇപ്പോഴും ഈ കറുത്തമ്മ എന്നുള്ളത് വിട്ടു കഴിഞ്ഞാൽ വേറെ ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് കേട്ടോ. അഭിനയിച്ചു എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞല്ലോ. പന്ത് ആദി ബാലകൃഷ്ണൻ ഡയറക്ടർ. പണ്ട് വളരെ നന്നായി. ആണോ? ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഓ, ഞാനും ആ സിനിമ കാണാൻ കാത്തിരിക്കാം. അപ്പൊ മഞ്ജുജിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കോ? ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. എന്തൊരു സ്നേഹമാണ്. ഇതേപോലെയൊക്കെ ഒരു ഫാൻ വേണം ചേട്ടാ. അത് മതി, ഒറ്റ ഒരെണ്ണം മതി, വേറെ പീസ് എടുക്കണ്ട. പിന്നെ നിരക്കില്ലേ രാഘവൻ മാസ്റ്റർ ട്യൂൺ ചെയ്തിട്ടൊരു പാട്ട്. എല്ലാരും ചൊല്ലി എല്ലാരും ചൊല്ലി കല്ലാണി നെഞ്ചിലെന്ന്, കല്ലാണി കല്ലാണി നെഞ്ചിലെന്ന്.
ഞാനൊന്നും തൊട്ടപ്പം നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലിണ്, നാട്ടാരും ചൊല്ലിണ്, കാടാണ് കരളിലെന്ന്. കാടാണ് കൊടും കാടാണ് കരളിലെന്ന്. ഞാനൊന്നു കേറിയപ്പം നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കൂടാണ് കണ്ടതയ്യ. പോലെ അത് ഞാൻ പറഞ്ഞ മഞ്ജുജിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയാണ് നമ്മുടെ മറ്റേ ഷാർജയിൽ നടന്ന ബുക്ക് ലോഞ്ച്. അവിടെയും എന്ന് വെച്ചാൽ അത് 11ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ. ആ കുട്ടി എനിക്കിപ്പോഴും പേരറിയാൻ, ചഞ്ചൽ, ഞാൻ നമ്പർ വഞ്ചിട്ടുണ്ട്. അതല്ല, ആ കുട്ടി നേരെ വന്നിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഓഡിയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നപ്പോ ആകെ ചോദിച്ച ചോദ്യം, മാം ക്യാൻ ഐ ഗിവ് യു എ ഹഗ് എന്നാണ് ചോദിച്ചത്. എന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. മഞ്ജുചേച്ചി അത്രയും അവരെ ഇന്റിമസി ഒരുപാട് പേർ. എന്നെയൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എന്നെയൊക്കെ ഒരു പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളും സ്നേഹവുമാണ്. അതിലൊരു സംശയമില്ല, ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ പിന്നിൽ.